തന്റെ ജീവിതകഥ പരസ്യമാക്കിയിരിക്കുകയാണ് കിച്ചു സുധി. കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങളാണ് തന്നെ ഇങ്ങനെയാക്കിയത്. അത്ര നല്ല അനുഭവത്തിലൂടെയല്ല കടന്നുപോയത്. മോശമാണ്, ചെയ്യാൻ പാടില്ലാന്നറിഞ്ഞിട്ടും ഇടയ്ക്ക് ലഹരി ഉപയോഗമൊക്കെ പോയിരുന്നു താൻ എന്ന് കിച്ചു പറഞ്ഞു. രേണുവിന്റെ വീട്ടിൽ താൻ ശരിക്കും ഒറ്റപ്പെടൽ അനുഭവിച്ചതായി കിച്ചു പറഞ്ഞു. ആ വീട്ടിലെ എല്ലാവരുടെയും ചെലവ് നോക്കിയിരുന്നത് അച്ഛനായിരുന്നു. തുടക്കത്തിലൊക്കെ നല്ല പെരുമാറ്റമായിരുന്നെങ്കിലും പിന്നീട് ആരും തന്നെ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ലായിരുന്നെന്ന് കിച്ചു പറയുന്നു. രാവിലെ എന്നെ വിളിക്കാൻ വരണമെന്ന് തലേ ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. വിളിക്കാനായി പോവാനിറങ്ങിയപ്പോഴാണ് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെയും കിടന്നു. പിന്നെയാണ് അമ്മ വന്ന് അച്ഛനെ ഫോണിൽ കിട്ടുന്നില്ല, പോയി അന്വേഷിക്കാൻ പറയുന്നു. അച്ഛൻ മരിച്ച ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനുശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ചും എല്ലാം കിച്ചു തുറന്ന് സംസാരിക്കുന്നു. അനൂപേട്ടനായിരുന്നു എന്നോട് അച്ഛൻ അപകടം പറ്റിയതിനെക്കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞത്. എൻ്റെ ശരീരം മുഴുവൻ തണുത്തു പോയിരുന്നു. എന്തൊക്കെയാണ് ആ സമയത്ത് നടന്നതെന്ന് അറിയില്ല. ആരൊക്കെയോ അടുത്ത് വരുന്നു. സിനിമയിലൊക്കെ നടക്കില്ലേ, അതുപോലായിരുന്നു. അനുപേട്ടൻ വല്ല പ്രാങ്കും ചെയ്യുമായിരുന്നു എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. അതിനിടെ ഒരു വണ്ടിയിലേക്ക് എന്നെ കയറ്റി ഇങ്ങനെ പോവുകയാണ്. എനിക്ക് ഉമനീരിറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. പള്ളിക്കാരും അനിയന്മാരുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് വാർത്ത ഇട്ടിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്. അവരെ ഒരു റൂമിൽ മുഖത്തെ തുണിയിങ്ങനെ മാറ്റി കാണിച്ചു തന്നു. അച്ഛൻ ഇനിയില്ലെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇനി ആരുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല. എടാ ഇനി അങ്ങോട്ട് എല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അനുവേട്ടൻ പറഞ്ഞു. കൊല്ലത്ത് കൊണ്ടുപോയി കാണിക്കാനെന്ന് പറഞ്ഞിരുന്നു. പുള്ളിക്കാരനും പപ്പയും എല്ലാം കഴിഞ്ഞപ്പോൾ 1,80,000 ബില്ല് തന്നു. എല്ലായിടത്തും ഞാൻ തന്നെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അത് 80,000 ഫ്ലവേഴ്സിലേക്ക് അയച്ചു കൊടുത്തു. ആ സമയത്ത് അമ്മയ്ക്ക് നല്ല സ്നേഹമായിരുന്നു എന്നോട്. എല്ലാ കാര്യത്തിനും കൂടെ ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമില്ലാതായി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. അങ്ങനെ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുകയായിരുന്നു. കണ്ണടച്ചാൽ അച്ഛൻ്റെ മാത്രം മുഖമാണ്. ഉറങ്ങിയാൽ പോലും പറ്റുന്നില്ലായിരുന്നു. ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. "നീ എവിടെയാടാ? കഴിച്ചോടാ?" എന്ന് ചോദിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്യാൻ കൊല്ലത്ത് പോയിരുന്നു. "ഇനി ഇവിടെ നിന്ന് പഠിച്ചോട്ടെ" എന്ന് ഞാൻ ചോദിക്കാൻ പേടിയായിരുന്നു. ആരോടും മിണ്ടാൻ പോലും പേടിയായിരുന്നു. റബ്ബറിൻ്റെ ജോലിക്ക് പോവുമായിരുന്നു. അത് വല്യമ്മയോട് "ഇനി ഇങ്ങോട്ട് പോരൂ" എന്ന് പറഞ്ഞതാണ്. കൊല്ലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പോലും ആരും എന്നോട് മിണ്ടിയില്ല. അച്ഛനില്ലാതെ അവിടെ എനിക്ക് നിൽക്കാൻ പറ്റാതിരുന്നു. അനുച അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ അവിടെ സംഭവിച്ചത്. അതിനുശേഷമാണ് കൊല്ലത്തേക്ക് പോയത്. അവിടെ എത്തിയോടെ ദുശ്ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചു. പഴയ 3 കൂട്ടുകാരായിരുന്നു എന്നെ ഓക്കെ ആക്കിയത്. എല്ലാത്തിൽ നിന്നും മാറാൻ ശ്രമിച്ചു. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി മാറാൻ പറ്റിയത്. ആളുകളോട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ പഠിച്ചു. കോട്ടയത്തെ ജീവിതം വല്ലാതായിരുന്നു. മീഡിയകളൊക്കെ പറയുന്നില്ലേ, സംസാരിച്ച് നോക്ക്, നിന്റെ കഥകളൊക്കെ പുറത്തറിയുമെന്ന്. അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. ഇനി എന്താവും എന്നറിയില്ല. ഇതൊക്കെ ഇപ്പോഴാണ് പറയുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഇനി വരും. ഇപ്പോഴാണ് എനിക്കിത് പറയാൻ തോന്നിയത്. ഇതൊക്കെ കേട്ട് ചിലരൊക്കെ എന്നോട് ഇഷ്ടം പോയേക്കാം. ഇപ്പോൾ ഞാൻ ഇത് ഓക്കെയാണ്. കൊല്ലത്ത് ഞാൻ ഹാപ്പിയാണ്. അമ്മയുമായി അങ്ങനെ ഒരു കണക്ഷനില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും. അത്രേ ഉള്ളൂന്ന് കിച്ചു പറയുന്നു.